എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസും ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് റൈസൻസ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ദാ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യിൽ ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ പഴമെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെയും കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ചെറുതായിട്ട് ഇത് ഫ്രൈ ആയ പോലെ ആയിട്ടില്ലേ കണ്ടോ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതും എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വറുത്ത റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തോളൂ കേട്ടോ. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ നമുക്ക് റവയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തോളൂ. ഇതിപ്പോൾ വറുക്കാത്ത റവ അതിൻ്റെ പേരിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഈ നെയ്യിലിങ്ങനെ വറവായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ലോണം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാമറയിൽ അത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. ശരിക്കും ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വൈറ്റ് കളറിനേക്കാൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റവ എത്രത്തോളം അളവിലാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ വേണം കേട്ടോ പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് റവയല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ 1.5 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും റവയെല്ലാം പാലിൽ കുതിർന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ സ്വീറ്റ് ഏതിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. ഞാനപ്പോൾ ഇതുപോലൊരു പ്ലേറ്റിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെയൊക്കെ ആ മിക്സില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മാത്രം ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് മാറ്റി വെക്കണം. ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഒരു ചെറിയൊരു പ്ലേറ്റിലും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ ഇതിലെല്ലാം ഞാൻ ദേ ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പാലെല്ലാം കുതിർന്ന് റവയൊക്കെ ദേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് റവ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാല് തന്നെ ഇനി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ പാല് തന്നെ ചെയ്തെടുക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ കുറച്ച് നേരം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ നോക്കി ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരമൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ സ്വീറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതെല്ലാം അലിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരില്ലേ? ആ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആയാൽ മതി ട്ടോ. ഇനി ഒരുപാട് നമ്മൾ അങ്ങനെ ഒരു ബ്ലാക്ക് കളറൊന്നും ആവുന്നവരെ ചൂടാക്കരുത്. ഒരു ബ്ലാക്ക് കളറൊക്കെ ആയാലും നമുക്കറിയാലോ ഇതിനൊരു ടേസ്റ്റ് ഒക്കെ മാറും. അപ്പോൾ ഈ ഒരു കളർ ആവുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റവയുടെ മിക്സ് ഇല്ലേ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന് തിക്കായിട്ട് ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവും. നമ്മൾ ഹൽവയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ? അതുപോലെ വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുള്ള പഴത്തിൻ്റെയും ആ കാഷ്യൂസിൻ്റെയൊക്കെ ആ മിക്സ് ഇല്ലേ അത് ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇത് ചൂടാക്കി നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഇതിങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ തിക്കായിട്ട് ഹൽവയുടെയൊക്കെ ആ ഒരു സ്ട്രക്ചറിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഈ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നെയ്യ് ചേർത്തതിൻ്റെ പേരിൽ തന്നെ വേഗം തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരും. ഇപ്പോൾ നെയ്യും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മളിപ്പോൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റില്ലേ അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ പ്ലേറ്റില്ലേ അതിലേക്കും ഞാൻ ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും നല്ലതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഞാൻ അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ പോയിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. വേഗം തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ. ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നീക്കി കൊടുക്കാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ നമുക്ക് നന്നായിട്ട് തന്നെ അത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.